ഹലോ, ധന്യസ് കിച്ചൻ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ പുളിങ്കറി ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ. ഇതിനായിട്ട് ഞാനിവിടെ ഒരു പപ്പായയുടെ പകുതി എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി, 3 പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില. അപ്പോൾ ഇത് ഞാനതൊന്ന് അരിഞ്ഞെടുത്ത് വരികയാണ്. ചട്ടിയിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ പപ്പായയും തക്കാളിയും എല്ലാം ഞാനിവിടെ അരിഞ്ഞെടുത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കുക്കറിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. സാധാരണ നമ്മൾ പരിപ്പ് ഇട്ടിട്ടും തേങ്ങ അരച്ചൊക്കെ അല്ലേ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് ഒരു ഇച്ചിരി വെറൈറ്റി ആയിട്ടാണ് കേട്ടോ. 1.25 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായി വെന്ത് വരികയും വേണം. നമുക്ക് ഒഴിച്ച് കറിയാണ് ആവശ്യം, അതുകൊണ്ടാണ് കേട്ടോ. 1/2 സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ. ഇത്രയേ ഉള്ളൂ. മസാലകളൊന്നും തന്നെ ഇല്ലാത്ത വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹെൽത്തി കറിയാണ് കേട്ടോ, പച്ചപ്പപ്പായ കൊണ്ടുള്ള പുളിങ്കറി. ഇപ്പോൾ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് സ്റ്റൗവിൽ വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ സ്റ്റൗ ഓണാക്കി സ്റ്റൗവിൽ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മളിതിലേക്ക് ഞാനിവിടെ ഒരു 3/4 കപ്പോളം തേങ്ങ തിരുമിയത് എടുത്തിട്ടുണ്ട്. 1 കപ്പ് വരെ ആവാം കേട്ടോ തേങ്ങ. ഇത് നമ്മളിതിലേക്ക് ഒരു 1/4 കപ്പോളം വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വരണം. അപ്പോൾ ഇനി ഇതൊന്ന് നല്ലോണം അരച്ചെടുത്ത് വരണം. ഇത് അരച്ചെടുത്ത് വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ മീഡിയം ഫ്ലെയിമിലിട്ട് വെച്ചിട്ടുള്ള പച്ച പപ്പായൊക്കെ നന്നായിട്ട് വെന്ത് വരും കേട്ടോ. ഈ ഒരു കളറിലാണ് ഇരിക്കുക. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ. നമുക്ക് വേറെ സൈഡ് കറിയൊന്നും വേണ്ടാതെ കഴിക്കാൻ പറ്റിയൊരു ഒഴിച്ച് കറിയാണ്. അപ്പോൾ ഇത് ഒരു തവി വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്ത് നോക്കിയാൽ അറിയാം നല്ലോണം വെന്തിട്ടുണ്ട്. ഇത് നല്ലോണം വെന്തിരുന്നാൽ മാത്രം മതി, ഒരിക്കലും പപ്പായ ഉടച്ചു കൊടുക്കരുത്. അപ്പോൾ ഇത് മസാല, ഇതിലുള്ള ഈ ഒരു മസാലയും പുളിയൊക്കെ പിടിച്ചിട്ട് അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. വെന്ത് വന്നിരിക്കുന്ന ഈ ഒരു പപ്പായ കൂട്ടിലേക്ക് തേങ്ങ ഒഴിച്ച് കൊടുക്കണം. ഒരു 1/4 സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നോക്കിയതിന് ശേഷം മാത്രമേ ഉപ്പ് ചേർത്ത് കൊടുക്കാവൂ കേട്ടോ. നമ്മളിതിൽ എക്സ്ട്രാ തേങ്ങ അരച്ചത് ചേർത്തുകൊണ്ടാണ് ഉപ്പിട്ട് കൊടുത്തത്. നല്ലോണം ഇളക്കി കൊടുക്കണം. ഇത് നമ്മൾ ശരിക്കും ഒഴിച്ച് കറിയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. തേങ്ങ പിരിഞ്ഞു പോകാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇതുപോലെ ഒന്ന് തിളയ്ക്കുന്നത് വരെ ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ കിടന്നൊന്ന് തിളച്ച് വരട്ടെ. അപ്പോഴേക്കും ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഞാനിവിടെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. പുളി ഒന്നിങ്ങനെ ഒന്ന് കയറി നിൽക്കണം കേട്ടോ. പുളിങ്കറിയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പുളിവെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇത് കുറച്ചും കൂടെ ടേസ്റ്റ് തലേ ദിവസമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കഴിക്കാനാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് ഇടയിലിടയിലൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണം. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ ബെൽ ബട്ടനും ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ, എന്നാലാണ് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതാ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇങ്ങനെ തന്നെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ തേങ്ങ പിരിഞ്ഞു പോകും. നമ്മളിതിൽ പുളിവെള്ളം ഒഴിച്ചതുകൊണ്ടാണ് കേട്ടോ. നമ്മൾ ഒരുപാട് തിക്കാക്കി എടുക്കരുത്, അപ്പോൾ നമ്മൾ വിചാരിച്ചൊരു ടേസ്റ്റ് കിട്ടില്ല. ഇത് ഒഴിച്ച് കറിയാണ്, ശരിക്കും ചോറിനൊപ്പം ഒഴിച്ചു കൂട്ടാൻ പറ്റിയൊരു കറിയാണ് കേട്ടോ. അപ്പോൾ 1-2 തവണ ഇതുപോലെ തന്നെ ഇടയിലിടയിലൊക്കെ ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ അത്യാവശ്യം നല്ലോണം ഒന്ന് ചൂടായിട്ടുണ്ട്. ഈ തേങ്ങ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഇടയിലൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുന്നതും അതുപോലെ തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതും. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ തിള വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അത്യാവശ്യം നല്ലോണം തിള വന്നിട്ടുണ്ട് കേട്ടോ. സൈഡിലൊക്കെ തിള വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്താലും ഇത് നല്ലോണം തിളച്ചിരിക്കും കേട്ടോ. അതാണ് ചട്ടിയിൽ വെച്ചാലുള്ളൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ചൂടുണ്ടാവും ഇതിന്. ഇതിപ്പോൾ നമ്മുടെ ഈ ഒരു പപ്പായ കൊണ്ടുള്ള പുളിങ്കറി ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെക്കാം കേട്ടോ. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ച് സ്റ്റൗവിൽ നിന്ന് നമുക്കിതിനെ മാറ്റാം. ഇനി ഇതൊന്ന് താളിച്ചിടുകയാണ് ചെയ്യാനുള്ളത്. ഇതിനായിട്ട് ഞാനിവിടെ ഒരു കടായി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നല്ലോണം ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു 3 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. 1/2 സ്പൂണോളം കടുകിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ ഉലുവ ചേർത്ത് കൊടുക്കണം. ഒരു 1/2 സ്പൂണോളം തന്നെ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 5ഓളം ചെറിയുള്ളി ഇതുപോലെ ചെറുതായി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളി നല്ലോണം ഒന്ന് മൂത്ത് വരണം കേട്ടോ. കൂടുതൽ എരിവ് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ താളിച്ചിടുന്ന സമയത്ത് ഒരു 1/2 സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എനിക്കിപ്പോൾ അത്യാവശ്യം എരിവുള്ള മുളകാണ് ഞാൻ ചേർത്തിരിക്കുന്നത് കറിയിലിടുമ്പോൾ തന്നെ. അപ്പോൾ ഇതാ നല്ലോണം കളറൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിലാണ് ഇരിക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം.
ഉണക്കമുളക് ഞാനിവിടെ ഒരു ചെറുത് 6 ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ കേട്ടോ. നല്ലോണം ഇതിനൊന്ന് മൂപ്പിച്ചെടുക്കണം. ഈ ഉണക്കമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും ചെറിയ ഉള്ളിയും കൂടെ മൂത്ത് വരുന്നൊരു മണം ഉണ്ടല്ലോ, അതൊരു പ്രത്യേക രുചിയും മണമൊക്കെയാണ്. അപ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഇതിങ്ങനെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. താളിച്ചിടുക എന്നാണ് പറയുക. അപ്പോൾ വളരെ രുചികരമായിട്ടുള്ള പപ്പായ പുളിങ്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു പപ്പടം കൂടെ ഉണ്ടെങ്കിൽ വേറെ ഒരു സൈഡ് ഡിഷും വേണ്ട കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കണം. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതിനോട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വയ്ക്കാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.